ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലൊക്കെ വന്നിട്ട് എൻട്രി എടുക്കൂലേ, അതിന്റെ ഒരു ചെറിയ സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്താലേ കിട്ടുള്ളൂ. അത് എങ്ങനെയാന്നുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു OB 2 ദിവസം മുന്നേ സാറ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു OB ഡെയിലി ചാർട്ടിൽ ഈ ഒരു OB ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഓക്കെ, ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഹയർ ടൈം ഫ്രെയിമിൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഡെയിലിയുടെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. എന്നിട്ട് ഇവിടെ ഒരു ഡെയിലിയുടെ ഇൻഡ്യൂസ്മെന്റ്, ഇതിപ്പോ 4 അവർ ഇല്ല, ഡെയിലിയുടെ ഇൻഡ്യൂസ്മെന്റ് അവിടെ വരും. ഈ ഒരു ലെവലിൽ ഡെയിലിയുടെ ഇൻഡ്യൂസ്മെന്റ് വരും. ഇവിടെ ഡെയിലിയുടെ ഇൻഡ്യൂസ്മെന്റ് വരും. അതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, ഡെയിലിയുടെ ഇൻഡ്യൂസ്മെന്റ് ഇവിടെ വരും. ഡെയിലിയുടെ ഇൻഡ്യൂസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് OB വരുന്നത് എവിടെയാ? ഈ ഒരു ക്യാൻഡിലല്ലേ? ഇവിടെ എവിടെയെങ്കിലും FEGയോട് കൂടിയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഉണ്ടോ ഇൻഡ്യൂസ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട്? ഇവിടെ എവിടെ ഇല്ലല്ലോ. ഇവിടെയാണ് ഒരു FEGയോട് കൂടിയിട്ടുള്ള ഒരു ക്യാൻഡിൽ വരുന്നത്. ഇതാണ് ഈ ഡെയിലിയുടെ ഫസ്റ്റ് OB വരുന്നത്, ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിലേക്ക് ഈ ഒരു എന്താ PY എന്ന് വെച്ചാൽ ഈ ഒരു OBയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സാർ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു 30 മിനിറ്റിൽ ഒരു സ്വിച്ച് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഡെയിലിയുടെ OBയിലെത്തി, നമ്മൾ 30 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് മാറി. ഇവിടെ വന്നു കഴിയുമ്പോൾ 30 മിനിറ്റിൽ എന്ന് വെച്ചാൽ ലോ ടൈം ഫ്രെയിമിൽ 30 മിനിറ്റിൽ നമ്മളൊരു സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 30 മിനിറ്റിന്റെ ഒരു ഐഡിയയും ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഒന്ന് പറയണേ. 30 മിനിറ്റ്സിന്റെ ഒരു ഐഡിയം ഇവിടെ ഉണ്ട്. ഈ ഒരു പോയിന്റിൽ 30 മിനിറ്റ്സിന്റെ ഐഡിയം കൊടുക്കുന്നുണ്ട്. 30 മിനിറ്റ്സിന്റെ. അപ്പൊ അത് കഴിഞ്ഞാൽ ഫസ്റ്റ് OB എവിടെയാ വരുന്നത്? ഈ ഒരു ക്യാൻഡിലല്ലേ വരുന്നത്, ഫസ്റ്റ് 30 മിനിറ്റിന്റെ ക്യാൻഡിൽ. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് OB. ഈ ഫസ്റ്റ് OBന്ന് മാർക്കറ്റ് തിരിച്ച് കയറാണ്ട് എന്ത് ചെയ്തു? അതിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഡെയിലി OBയിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് 30 മിനിറ്റിൽ, ഇതാണ് 30 മിനിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. ഈ ഒരു 30 മിനിറ്റിന്റെ സ്വിച്ച് ഇതിനെ റെസ്പെക്ട് ചെയ്യാണ്ട് മാർക്കറ്റ് ഇതിന്റെ താഴെ വന്ന് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പൊ ആ സമയത്ത് അങ്ങനെ വരുന്ന കേസിൽ മാർക്കറ്റ് ഒന്നുകൂടെ കുറച്ചുകൂടെ താഴോട്ട് വരാനുള്ള എക്സ്ട്രീം OB ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം, ഈ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ വന്ന വരയിൽ എവിടെയെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടോ നോക്കുക. ഇവിടെ 30 മിനിറ്റിൽ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുക്കാൻ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ 15 മിനിറ്റ്സിലേക്ക് പോയി. 15 മിനിറ്റ്സിൽ വരുന്ന സമയത്ത് ഇതായിരുന്നു സാർ എന്ന് പറഞ്ഞത്. 15 മിനിറ്റ്സിലാണ് IDM ഉള്ളതെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അത് ഗ്രൂപ്പിലിട്ടെ 30 മിനിറ്റ്സിൽ 15 മിനിറ്റ്സിലാണ് ഇവിടെ IDM ഉള്ളത് സ്ട്രക്ചർ. ഇവിടെ 15 മിനിറ്റ്സിൽ ഒരു IDM ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ താഴോട്ടുള്ള ട്രേഡാണ് നോക്കുന്നത്. ഇവിടെ 30 മിനിറ്റ് സ്വിച്ച് കിട്ടിയത് കൊണ്ട് നമ്മൾ ഇനി താഴോട്ടുള്ള ട്രേഡാണ് നോക്കുന്നത്. ഈ ഇൻഡ്യൂസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് OB വരുന്നത് എവിടെയാണ്? ഈ ഒരു ക്യാൻഡിൽ വരുന്നത്. ഈ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് OB നമ്മൾ 30 മിനിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ 30 മിനിറ്റിന്റെ ഫസ്റ്റ് OB ഇവിടെ ഉണ്ട്, 30 മിനിറ്റിന്റെ എക്സ്ട്രീം OB ഇവിടെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് OB ലാസ്റ്റ് OB. അപ്പൊ ഇതിൽ ഈ ഒരു ടൈമിലേക്ക് വരുന്ന സമയത്ത്, ഈ ഒരു 30 മിനിറ്റിൽ OBയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എൻട്രി പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. 1 മിനിറ്റിലാണ് നമ്മൾ എൻട്രി മോഡൽസ് ഒക്കെ വരുന്നത്. എൻട്രി മോഡൽസിന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ?
ഓക്കെ നമ്മളിവിടെ ഈ 30 മിനിറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇനി എന്താ വേണ്ടേ? ആരെങ്കിലും ഒരാൾ പറയും 1 മിനിറ്റിലേക്ക് വന്നിട്ട് എൻട്രി മോഡൽ എങ്ങനെയാണുള്ളത്? 1 മിനിറ്റിൽ ആദ്യം ടച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹൈ മാർക്ക് ചെയ്യാം. ഫസ്റ്റിലേക്ക് ടച്ച് ചെയ്യുന്നില്ല, ഫസ്റ്റ് ഒബിയിലേക്ക് ഇവിടെ അതിന്റെ ഹൈ മാർക്ക് ചെയ്യാം ഓക്കെ ആദ്യം. ആ നമ്മൾ റിവേഴ്സിൽ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അതിന്റെ ഏറ്റവും ലോ മാർക്ക് ചെയ്യാം. ലോ എഫ് ജിക്ക് താഴെയുള്ളതല്ലോ സിംഗ് ലോ, ആ ലോയും മാർക്ക് ചെയ്യാം. അത് തന്നെ ആ 1 മിനിറ്റിലാണ് കേസ്. അവിടുന്ന് മാർക്ക് ചെയ്ത് നീട്ടി വരെ വരയ്ക്കാം. എന്നിട്ട് ആ ഒരു ഐഡിയം ഫുൾ ബാക്ക് ഒരു ഐഡിയം എടുക്കുന്നു നോക്കുക. ആ അപ്പൊ അത് എടുത്തിട്ടില്ല. ഇനി അടുത്ത ഹൈയിലേക്ക് പോവാ. ആ നെക്സ്റ്റ് ഹൈ അത് തൊട്ട് ഏറ്റവും മേലല്ലേ. ആ ഓക്കെ. പക്ഷെ ആ നമ്മളെ എൻട്രി മോഡൽസ് പറയുന്ന സമയത്ത് ആ നമുക്ക് 1 മിനിറ്റിൽ ഇവിടെ വരുന്ന സമയത്ത് 1 മിനിറ്റിൽ ഐഡിയം പോയിന്റ് ഉണ്ടാവില്ലേ? അത് തന്നെ. ഐഡിയം അപ്പൊ പോയിന്റ്. ഇതിലിപ്പോ 1 മിനിറ്റ് ഐഡിയം പോയിന്റ് ഇവിടെ അല്ലേ? ഈ ഒരു ഇതിലല്ലേ? സോറി അത് തന്നെ മാർക്ക്. ഓക്കെ ഓക്കെ ശരി, ഓക്കെ കറക്റ്റ്. ഓക്കെ ഇപ്പൊ ശരി. ആ നേരത്തെ ഇനി പറഞ്ഞു കണ്ടില്ലായിരുന്നു. ഇനി പറഞ്ഞു ക്യാനിൽ അതെ. ഓക്കെ. എന്നിട്ട് അവിടെ നിന്ന് ഒരു വര നീട്ടി വരയ്ക്കുക. ഇവിടെ അവിടെ നിന്ന് നീട്ടി വരയ്ക്കാം. ഓക്കെ എന്നിട്ട് മാർക്കറ്റ് അതെടുത്തു. അതെടുത്തപ്പോ നമുക്ക് ഐഡിയം ചോദിച്ചു കിട്ടി. പിന്നെ 1 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു BOS കിട്ടി 1 മിനിറ്റില്. ഇവിടെ ഇവിടെയാ അവിടെ വയ്ക്കുന്ന സമയത്ത് അവിടെ നോക്കി വെച്ചു. അത് തൊട്ട് മേലുള്ള ഇൻഡ്യൂസ്മെന്റ് എടുക്കുന്നുണ്ടോ നോക്കുക. അപ്പൊ അത് ഇവിടെ എടുത്തിട്ടില്ല. ഇൻഡ്യൂസ്മെന്റ് സോറി ഓക്കെ ഉണ്ടോ ഇൻഡ്യൂസ്മെന്റ് ഉണ്ടോ അതിന്റെ മുകളിൽ? ഇല്ല 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 ഉണ്ടല്ലേ? ഇല്ലല്ലോ. അപ്പൊ ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്, താഴോട്ടേക്ക് വരാം. ഉം. അപ്പൊ പിന്നെ ഇൻഡ്യൂസ്മെന്റ് തരാണ്ട് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. പക്ഷെ അത് കാര്യമാക്കണം. താഴെ വന്നിട്ട് പിന്നെ അതിന്റെ മേലുള്ള ഇൻഡ്യൂസ്മെന്റ് നോക്കുക. കുറച്ച് താഴോട്ട് വരാമോ? മൗസ് പോയിന്റ് കുറച്ച് താഴോട്ടേക്ക് വരാമോ? ഇതാ അവിടെ അതിന്റെ മേലൊരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. ആ അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് ഫസ്റ്റ് ഓബിയിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓർ ലാസ്റ്റ് ഓബിലാണ്. ആ അപ്പം അവിടുന്ന് സംഭവിച്ചത് ലാസ്റ്റ് ഓബിന്നാണ് ചെറിയൊരു റിയാക്ഷൻ വന്നത് ഉം. സാറിന്റെ കേസ് പ്രകാരം. ഉം. അത്ര സംഭവിച്ചുള്ളൂ. പിന്നെ നമുക്ക് സാറിന്റെ കേസ് മാർക്കറ്റില് പ്രകാരം വേറെ സാധനം കൂടി നോക്കാനുണ്ട്. ആ എന്ന് വെച്ചാൽ അതെന്താ? നല്ല ഡിസ്പ്ലേസ്മെന്റ് വേണം ഈ ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ. ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. ഇവിടെ അതുണ്ടോ? അത്രയില്ല, ഡിസ്പ്ലേസ്മെന്റ് കുറവാണ്. എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ തന്നിട്ടില്ല. ഇല്ല, അതില്ല. അപ്പൊ നമ്മളിവിടെ എൻട്രി നോക്കില്ല. ഇല്ല. അവിടെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ് ഉണ്ടെങ്കിലേ ഈ ചേഞ്ച് ഓഫ് ക്യാപിറ്റലിന് വാല്യൂ ഉള്ളൂ. നമ്മളിവിടെ നോക്കുന്നു. വാല്യൂ കറക്റ്റ്. എന്നുവെച്ചാൽ ടാപ്പ് എന്നുവെച്ചാൽ ഈ ഒരു ഓബിലേക്ക് ടാപ്പ് കിട്ടി അപ്പൊ തന്നെ റിയാക്ഷൻ കിട്ടണം. അത് കിട്ടില്ല. അത് ഇവിടെ ഈ ഭയങ്കര ഒരു കേസിലേക്ക് കിട്ടിയില്ല. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ കിട്ടി ഓക്കെ. പക്ഷെ ഇവിടുന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നിട്ടില്ല. ഇല്ല. ഓക്കെ ഇനി അടുത്തേക്ക് പോവാം. അതേപോലെ നെക്സ്റ്റ് ഹൈ ആണ്, അങ്ങോട്ടേക്ക് പോവാം. ഒരു സെക്കൻഡ്. ഓക്കെ അപ്പൊ ഇനി അടുത്ത ബ്രേക്ക് ഇവിടെ കിട്ടില്ലേ? ഹലോ, പോയോ? ഹലോ, കേൾക്കുന്നില്ല? പറ. അടുത്ത ബ്രേക്ക് ഇവിടെ കിട്ടി. കിട്ടി. ഓക്കെ ഇനി നമ്മൾ എന്ത് നോക്കണം? അടുത്ത സ്ട്രക്ചർ നോക്കണം. അതെ. ഇനി ഇവിടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് എവിടെ ഇതൊക്കെ ലാസ്റ്റ് പുൾ ബാക്ക് അല്ലേ? ഇതാണ് ഇവിടെ ലാസ്റ്റ് പുൾ ബാക്ക് വരുന്നത്. ഫുൾ ബാക്ക്. അതെ. ലാസ്റ്റ് പുൾ ബാക്ക് വന്നു. ഓക്കെ ഇവിടുന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ആയിട്ടുണ്ട്. അതെ, കറക്റ്റ്. ഓക്കെ അപ്പൊ ഇതിനെ നമുക്ക് എന്തൊക്കെയാ ചോച്ചാക്കി മാർക്ക് ചെയ്യാം. നമ്മളിപ്പോ MSS ഇടുന്നുണ്ട്. ചോച്ച തന്നെ അറിയാലോ, മാർക്കറ്റ് സെക്ഷൻ ഷിഫ്റ്റ് എന്ന് പറയും. ഓക്കെ ഇവിടെ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ OB ഇവിടെ ഉണ്ട് അല്ലേ? ഇതിലൊരു OB ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ SL. അതിനുള്ള കാരണം എന്താ? അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് OBയിൽ ടച്ചിങ് റിവേഴ്സിലാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നത്. അങ്ങനെ എടുക്കില്ല ഓക്കെ. 'നമ്മൾ' ട്രേഡ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാലും
ഇവിടെ നമ്മൾ എന്ത് ആ നോക്കണം, ഒരു ഇൻഡ്യൂസ്മെന്റ് നോക്കണം. അതില്ല. അങ്ങനെ ഒരു ഇൻഡ്യൂസ്മെന്റ് പോയിന്റ് ഇവിടെ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി. ഇവിടെ എടുക്കാൻ ലിക്വിഡിറ്റി അതെ. ലിക്വിഡിറ്റി എന്തെങ്കിലും ലാസ്റ്റ് പുൾ ബാക്ക് എന്ന് പറയാൻ ഈ ഒരു സ്ട്രക്ചറിൽ ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. നേരെ മറിച്ച് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഇതിനിങ്ങനെ ഇതേപോലെ താഴോട്ട് വന്നു, ഇവിടെ നിന്ന് ബ്രേക്ക് ആയി എന്ന് വിചാരിച്ചു. ആ അപ്പൊ ഇത് നമുക്ക് അപ്പോഴുണ്ട്. ഇൻഡ്യൂസ്മെന്റ് പോയിന്റ് ആയി. അപ്പൊ എടുക്കാം. അപ്പൊ ഈ ഇവിടെ ഒരു ട്രേഡ് പോവാം. പോവാം. കാരണം എന്തൊക്കെയാ, എടുക്കാം. ഇവിടുന്ന് ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റ് നല്ല രീതിയിൽ ഫാസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മൂവ് മൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്, കിട്ടും. താഴോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഇവിടെ ഒരു പിന്നെ ഐഡിയം പോയിന്റ് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു OB ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എൻട്രി പോവാം. പക്ഷെ SLO ടാർഗറ്റോ അത് പിന്നെ ഓക്കെ. പക്ഷെ അത് നമുക്ക് പിന്നെ ഓക്കെ. റൂൾസ് ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശരി. ഇവിടെ ഇത് വരാത്തത് കൊണ്ട് നമുക്ക് എന്തായിട്ടില്ല, റൂൾസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഐഡിയം എന്നുള്ള റൂൾ ഇവിടെ മാറി. ഓക്കെ, അപ്പൊ അവിടെയും ട്രേഡ് നോക്കില്ല. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇവിടെ ചേഞ്ച് ഓഫ് കേട്ടർ ഒക്കെ തന്നു, സംഭവിച്ചു. സംഭവിച്ചു. ഐഡിയമിന്റെ താഴെ ചേഞ്ച് ഓഫ് കേട്ടർ ഒക്കെ തന്നു. ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് വന്നിട്ടില്ല. വന്നിട്ടില്ല. ഡിസ്പ്ലേസ്മെന്റ് കിട്ടില്ല. ഭയങ്കര സ്ലോ ആയിരുന്നു. ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒക്കെ എന്താ വന്നേ, സ്ലോ മൂവ്മെന്റ് ആയിരുന്നു. സ്ലോ മൂവ്മെന്റാ. പക്ഷെ അവിടുന്ന് ഡിസ്പ്ലേസ്മെന്റ് ഫാസ്റ്റ് കിട്ടി. പക്ഷെ ഐഡിയം സംഭവിച്ചിട്ടില്ല. ഐഡിയം ഇല്ല. അതിന്റെ അപ്പുറത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞത്രയുള്ളൂ, നമ്മളൊരു 30 മിനിറ്റിൽ ഒരു OB മാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു സ്ക്രീൻഷോട്ട് കാണുന്ന സമയത്ത് ഇപ്പൊ ടാർഗറ്റ് അല്ല SL വെച്ചു, എൻട്രി എടുത്തു, ടാർഗറ്റ് ഇത്ര കാണുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര സിമ്പിൾ അല്ല. 30 മിനിറ്റിലേക്ക് വന്നിട്ട് ഇത്രയും നേരം നമ്മൾ ഈ സാധനങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അല്ല, വീണ്ടും മുകളിലേക്ക് പോയി. ഇവിടെ ഒന്നും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു ഐഡിയ, ഏതെങ്കിലും ഒരു റൂള് ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ഒന്നും. ഓക്കെ, മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നു. ഇവിടെയും ഇതേപോലെ ഒരു ചേഞ്ച് ഒക്കെ ആയിട്ട് വന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. ഐഡിയം പോയിന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ് ആണ് ഇവിടെ തന്നെ ഈ ഒരു സ്ട്രക്ചറിൽ. മാർക്കറ്റ് ഫാസ്റ്റ് ആയിട്ട് താഴോട്ട് വന്നു, പിന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഒരു മൂവ്മെന്റ്, ഇവിടെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടിയില്ലേ? ഈ ഒരു ലെവലിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടി. ഇവിടെ ഒരു ട്രേഡ് വന്നിട്ടുണ്ട്, അതാ ഞാൻ നോക്കുന്നത്. ഇവിടെ ഇരുന്നു ഓക്കെ, ഇവിടെ തന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഈ ഇൻഡ്യൂസ്മെന്റിന്റെ താഴെ ബ്രേക്ക് വന്നു അല്ലേ? ഇവിടെ ചേഞ്ച് CH എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചേഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് ഫാസ്റ്റ് ആയിട്ട് താഴോട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഈ രണ്ട് ക്യാൻഡിൽ ഡിസ്പ്ലേസ്മെന്റോട് കൂടി വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ, ഒരു ഇൻഡ്യൂസ്മെന്റ് നോക്കുന്നത്. ഇവിടെ ചേഞ്ച് തന്നു, ഒരു ഇൻഡ്യൂസ്മെന്റ് പോയിന്റ് ഇത് ലാസ്റ്റ് പുൾ ബാക്ക് എവിടെ ഇരുന്നേ? ആരെങ്കിലും? അതിന് ലാസ്റ്റ് പുൾ ബാക്ക്. പക്ഷെ അവിടെ അതിൽ ഇൻഡ്യൂസ്മെന്റ് ഇല്ല ഒരു ഏരിയയില്. ഏത്? ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഇല്ലേ? അല്ല, അവിടെ ഇതാണ് ലാസ്റ്റ് പുൾ ബാക്ക്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് പുൾ ബാക്ക്. ഇത് നമ്മൾ എടുത്തു. അതിന് മേലെ ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് OB ഇവിടെയാ. ഇൻഡ്യൂസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ FG ഫസ്റ്റ് OB ഇവിടെ ഇരുന്ന ഈ ഒരു ക്യാൻഡിലല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് OB. മാർക്കറ്റ് എന്ത് ചെയ്തു? റെസ്പെക്ട് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടെ വെച്ചു, ഇതിന്റെ മുകളിൽ സേഫ് ആയിട്ടുള്ളൊരു SL ഇട്ടു. മാർക്കറ്റ് അതിലൊന്ന് ടാപ്പ് കിട്ടി. ഇവിടെ എത്തിയപ്പോഴേക്ക് 1:2 എടുത്തു. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ 1:3 എടുത്തു. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ന് വെച്ചാൽ ഹൈ ടൈമിൽ ഇപ്പൊ നമ്മൾ ഇവിടെ തുടങ്ങിയ ഡേയിൽ തുടങ്ങി, ആ ഡേയുടെ OBയിലെത്തി. അപ്പൊ ഒരു 30 മിനിറ്റ് സ്വിച്ച് നോക്കി. ഓക്കെ അല്ലേ? ഡെയിലിയുടെ ഒരു ഫസ്റ്റ് OBയിലെത്തി. എന്ന് വെച്ചാൽ ഡെയിലിയുടെ OBയിൽ ടച്ച് ചെയ്തിട്ട് ഇത് നേരെ വന്ന് ഇവിടെ ഈ ലോ എടുക്കുന്നല്ല, സ്ട്രക്ചർ താഴോട്ട് അതുകൊണ്ട് നേരെ വന്നിട്ട് ഇവിടെ ലോ എടുക്കുന്നുള്ളതല്ല, ഇവിടുന്ന് ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടും. ആ റിയാക്ഷൻ ക്യാച്ച് ചെയ്യാന്നുള്ളതാ.
എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ 30 മിനിറ്റിലേക്ക് പോയി. ആ ഒരു 30 മിനിറ്റിന്റെ സ്വിച്ച് ഇവിടെ കിട്ടി. അതിന്റെ ഉള്ളിൽ പോയിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ എവിടെയാണ് ആ സ്ട്രക്ചർ നമ്മൾ നോക്കി, അതിൽ 30 മിനിറ്റ്സിന്റെ ഒരു OB മാർക്ക് ചെയ്തു. എന്നിട്ട് 1 മിനിറ്റിലേക്ക് പോയി. 1 മിനിറ്റിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ 1 മിനിറ്റിൽ ചേഞ്ച് ഓക്കേറ്റർ നോക്കി, അതിന്റെ ഒരു ഇൻഡ്യൂസ്മെന്റ് നോക്കി, അതിന്റെ ഒരു OB നമ്മൾ ട്രേഡ് എടുത്തു. ഓക്കെ, ഈ ട്രേഡ് എടുക്കുന്ന സമയത്തും നമ്മൾ 1:2 അല്ലെങ്കിൽ 3 ക്യാച്ച് ചെയ്തിട്ട് ഇറങ്ങുക. മാർക്കറ്റ് ഇതിന്റെ താഴോട്ടോ അല്ലെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകും. അവിടെയൊക്കെ നമ്മൾ ഒരു 15 മിനിറ്റ്സിലൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ട്രക്ചറിൽ നമുക്ക് ട്രേഡ് കിട്ടും. ഇപ്പൊ 15 മിനിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ എന്താ, ഇവിടുന്ന് ഒരു സ്വിച്ച് കിട്ടി, നമ്മൾ ചിലപ്പോൾ ഇവിടം വരെയൊക്കെ ടാർഗറ്റ് വെക്കും. ഇത് ലിക്വിഡിറ്റി ആണല്ലോ, ഇത് എടുക്കുമല്ലോ, ഇങ്ങനത്തെ പല ചിന്തകളും വരും. ഓക്കെ അല്ലേ? ഈ എൻട്രി ആർക്കെങ്കിലും മനസ്സിലാവത്തുണ്ടോ? സർ, ടിപിയുടെ റേഞ്ച് ഒന്നുകൂടെ പറയാം. ഇതിന്റെ ടിപി എങ്ങനെ എടുത്തു എന്നുള്ളത് ഒന്നുകൂടെ പറയാം. TP യോ? ഞാൻ TP വെച്ചാണോ ചോദിച്ചത്? അതെ, TP ഒന്നുമില്ല, ഞാൻ 1:3 വെച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ പേജിയോ അല്ലെങ്കിൽ ഓട്ടോ ബ്ലോക്കോ അങ്ങനെ ഇല്ലല്ല, ഒന്നുമില്ല. ഒറ്റ റൂളുള്ളൂ, ഞാൻ $100 റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് $300 മതി. ഓക്കെ അല്ലേ? അല്ലാണ്ട് ഇവിടെ FH ഉണ്ടായിട്ടോ ഇവിടെ അടുത്ത് OB ഉണ്ടായിട്ടോ ഒന്നുമല്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എൻട്രി നോക്കാം. അപ്പൊ നമ്മൾ സ്റ്റിൽ ഇവിടെ എന്താ, ഈ ഒരു ഡെയിലി OBയുടെ ഉള്ളിൽ തന്നെയുള്ള. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തു, ഈ ഒരു ഡെയിലി OBയുടെ സ്വിച്ച് കിട്ടി. ഫസ്റ്റ് 30 മിനിറ്റിലെ ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്തു. എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട് അല്ലേ? മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് റിയാക്ഷൻ തന്നു, ഇതിന്റെ താഴെ ഒന്നും ബ്രേക്ക് ചെയ്തില്ല, നേരെ മുകളിലേക്ക് പോയിട്ട് നമ്മുടെ എക്സ്ട്രീം OBയിലെത്തി. 30 മിനിറ്റിന്റെ എക്സ്ട്രീം OBയിലെത്തി. ഈ എക്സ്ട്രീം OBയിൽ എത്തുന്ന സമയത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മളെ എപ്പോഴും എന്താ ഡൗൺ ട്രെൻഡിലേക്ക്, ഇവിടെ OB ആണ് ഇതിന്റെ, ഈ ഡെയിലി OBയുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. അവിടം വരെ മാർക്കറ്റ് പോയേക്കാം. ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഇവിടെ വന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ചതിന്റെ ഹാഫ് വരെ പോയിട്ട് പിന്നെ ആയിരിക്കും റിയാക്ഷൻ തരുന്നത്. അതൊക്കെ എന്താന്ന് നമുക്ക് മുൻകൂട്ടി പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ ലാസ്റ്റ് എക്സ്ട്രീം OBയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, 1 മിനിറ്റിലേക്ക് മാറ്റുകയാണ്. ഇതാണ് OB. ഇവിടെ എന്താ സംഭവിച്ചത്, ആ OBയിലേക്ക് ഇവിടെ ഫസ്റ്റ് ടാപ്പ് കിട്ടുന്നത്. ഈ ടാപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോഴോ ചേഞ്ച് ഓക്കേറ്റർ കിട്ടിയിട്ടുണ്ടോ ഇവിടെ? ഉണ്ടോ? മൈക്ക് ഓണാക്കിയിട്ട് പറഞ്ഞോ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ലല്ല, കിട്ടിയിട്ടില്ല. ഐഡിയും മദർ ക്യാനിന്റെ ഉള്ളിലല്ലേ? ഏത് ഇതാ ഫസ്റ്റ് ഐഡിയും കിട്ടുണ്ടോ ചോദിച്ചാ? ഫസ്റ്റ് ഇത് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, മദറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയില്ലേ, ഇതവിടെ മുകളിൽ ഇറങ്ങി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ചേഞ്ച് ഓക്കേറ്റർ കിട്ടി. ചേഞ്ച് ഓക്കേറ്റർ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ട, ഇൻഡ്യൂസ്മെന്റ് അല്ലേ വേണ്ടേ? ഇൻഡ്യൂസ്മെന്റ് ഉണ്ടോ അവിടെ? ആരെങ്കിലൊക്കെ ഒന്ന് പറയടോ, ഇൻഡ്യൂസ്മെന്റ് ഉണ്ടോ അവിടെ? ഇപ്പൊ മൗസ് പോയിന്റ് വെച്ച സ്ഥലത്താ, അവിടെ താഴെ മേലാണോ എന്നുവെച്ചാ താഴോട്ട് വരണം. അപ്പൊ ഇൻഡ്യൂസ്മെന്റ് മുകളിലല്ലേ? ഇൻഡ്യൂസ്മെന്റ് ഇല്ല, ഇൻഡ്യൂസ്മെന്റ് കുറെ താഴോട്ട് വരണം, അവിടെ ഇല്ല. എന്നുവെച്ചാ ഇവിടെ ഉണ്ട് ഇൻഡ്യൂസ്മെന്റ്. അതുണ്ട് അവിടെ അത് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ അതിലുണ്ട്.
ആ ഓക്കെ. അവിടെ ഉണ്ട്. ആ അപ്പൊ ഫസ്റ്റ് ഇവിടെ ഐഡിയം ഉണ്ട്. ഇൻഡ്യൂസ്മെന്റ് എടുത്തു ഉണ്ട്. ഫാസ്റ്റ് അതിന്റെ ആയിട്ടുള്ള ഫസ്റ്റ് മൂവ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കിട്ടി. ആ അല്ലേ? അത് കഴിഞ്ഞ് ഫസ്റ്റ് ഓബി ഇൻഡ്യൂസ്മെന്റ് ആ എടുത്തിട്ടുണ്ട്. കറക്റ്റ് ക്യാൻഡില് ഐഡിയം ഉണ്ട് എന്നിട്ട് ഇവിടെ. ഉണ്ട്. ആ ഓക്കെ. ഇനി അത് കഴിഞ്ഞ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് എവിടെയാ? ആ കറക്റ്റ് ക്യാൻഡില് ഇത് അവിടുത്തെ ഇതാണ് അത് ഫസ്റ്റ് തന്നെ ഓർഡർ അത് തന്നെ ബ്ലോക്ക്. അത് തന്നെ. ആ എക്സ്ട്രീം എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് ക്യാൻഡില് എവിടെയാ? അതിന്റെ തൊട്ട് മേലെ. ഇതാണ് എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക്. ആ രണ്ടും ആ ഏകദേശം കറുത്ത ഒരേ രീതിയിൽ. ക്യാൻഡിൽ അപ്പൊ നമ്മള് മൊത്തത്തിൽ നമുക്ക് എക്സ്ട്രീം ഓബിയായിട്ട് കറുത്ത ക്യാൻഡിൽ ഫുള്ള് വരയ്ക്കാൻ പറ്റില്ലേ? ഇത് ഫുൾ എടുക്കാം. ആ ഫുൾ എടുക്കാം. അത് ചോദിച്ചാ. ആ എന്ന് അപ്പൊ വെച്ച് അത് തന്നെ കഴിഞ്ഞാൽ എടുത്താൽ ഇവിടെ പോരെ, ഇത് കാരണം എടുക്കണോ ഇത് എടുക്കണോ? അടുത്തടുത്തില്ലേ. അല്ല ഞാൻ ചോദിച്ചത് ആ ഇപ്പൊ ഫസ്റ്റും ലാസ്റ്റ് ഓബി വരച്ചത് ഏകദേശം സെയിം ആകുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ഓബി വരച്ച എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫസ്റ്റ് OB ഇത് വരും, എക്സ്ട്രീം ലാസ്റ്റ് OB ഓബിയും അത് സെയിം വരും. അല്ലേ? രണ്ടും ഒരേ ആ ഏരിയ സെയിം തന്നെ. അല്ലേ? ആ അത് ചോദിച്ച. അപ്പൊ നമുക്ക് ആ എന്ത് ചെയ്യും, അപ്പൊ ഇതിനെടുക്കാം. വലുത് വരച്ചപ്പോ ആ അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 1:3 ഓർഡർ പ്ലേസ് ആ. ചെയ്തു. നമ്മളെ റൂൾസ് അതെ. എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ആ. ഓക്കെ, എവിടെ ഇത് എൻട്രി എല്ലാ പ്ലേസ് ചെയ്തു. സമയത്തും ഇങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. ഞാനിങ്ങനെ എൻട്രി എടുത്തിട്ട് എനിക്കത് ഫെയിൽ ആവുന്നായിരുന്നു. ഏത് ഇല്ല ഇതേപോലെ എൻട്രി എടുത്തായിരുന്നു, പക്ഷെ അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെ ഇതേ റൂൾസ് വന്നിരുന്നു, പക്ഷെ എനിക്ക് എൻട്രി ഫെയിൽ ആയിരുന്നു. ഇവിടുന്നല്ല, അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു വെള്ളിയാഴ്ച എടുത്തിട്ട് ആയിരുന്നു. ഇതോ? ഇതല്ല ഇവിടുന്നല്ല, അതിന്റെ അപ്പുറത്തുനിന്ന് സെഷൻ എടുത്തായിരുന്നു. അതിപ്പോ ഇവിടുന്നോ? ഞാൻ പിക്ക് അയക്കാം. അതെനിക്കിപ്പം അതെടുത്തത് എനിക്ക് മാറിപ്പോയി. ഇവിടുന്ന് എടുത്തായിരുന്നു. സാറ് ആ 1 മിനിറ്റിൽ എങ്ങനെ ഇൻഡ്യൂസ്മെന്റ് കണ്ടെത്തും? 1 മിനിറ്റിൽ താഴെ ഉണ്ട്. സാധാ നമ്മൾ നോർമൽ കണ്ടെത്തുന്ന പോലെ തന്നെ. എന്ന് വെച്ചാൽ ഇതാണ് ഇൻഡ്യൂസ്മെന്റ് പോയിന്റ്. ഈ ഒരു MSS എന്ന് മാർക്ക് ചെയ്തില്ലേ, 1 മിനിറ്റിന്റെ സ്ട്രക്ചറിൽ ഇതാണ് ഐഡിയം പോയിന്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മള് ഈ ഒരു POയിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇതിനെ ചേഞ്ച് ഓക്കേറ്റർ ആയിട്ട് മാർക്ക് ചെയ്യും ഐഡിയന്റെ. ഓക്കെ, ആ ചേഞ്ച് ഓക്കേറ്റർ മാർക്ക് ചെയ്തിട്ട് വീണ്ടും അടുത്ത ഇൻഡ്യൂസ്മെന്റ് ഇവിടെ കിട്ടണം, മുകളിൽ കിട്ടണം. എന്നുവെച്ചാൽ നമ്മൾ താഴോട്ടല്ലേ വരുന്നത്, ചേഞ്ച് ഓക്കേറ്റർ ഇട്ടിട്ട് താഴോട്ട് വരുമ്പോ ഇൻഡ്യൂസ്മെന്റ് എവിടെ വരിക, ഇവിടെ മുകളിൽ വരിക. അത് POS ആവില്ലല്ലേ? ഏത് ഇപ്പൊ മേലേക്ക് കാണിച്ചത് ഇതോ? ഇപ്പൊ ശരിക്കും പോയിന്റ്. ഇത് POS അങ്ങനെ ആവില്ലോ. വരുമ്പോ താഴോട്ട് POS. നമ്മളെ ചേഞ്ച് കിട്ടി, ഒരു POയിൽ ഒരു OBയിൽ ടച്ച് ചെയ്തിട്ട് 1 മിനിറ്റിൽ നമുക്കൊരു ചേഞ്ച് കിട്ടി. ആ ചേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മളെ ട്രേഡ് അങ്ങോട്ട് താഴോട്ടല്ലേ, അപ്പൊ മുകളിൽ ഇൻഡ്യൂസ്മെന്റ് വരിക. നേരെ മറിച്ച് ഈ ഹൈ കട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ BOS, ഇത് കട്ട് ചെയ്യണമെങ്കിൽ BOS. അപ്പൊ ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് 1:3 അച്ചീവ് ചെയ്തിട്ടില്ല ന്യൂസിന്റെ സമയത്താണ്. പക്ഷെ ഞാൻ ട്രേഡ് പോയത് ഈ ഒരു ഫസ്റ്റ് ഓബിയിലായിരുന്നു കേട്ടോ. ഈ ഒരു ഫസ്റ്റ് ഓബിൽ ട്രേഡ് പോയി, എൻ്റെ SL വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻട്രി പോയി, SL ഞാൻ കുറച്ച് ഇവിടെ വെച്ചേ, തൊട്ടില്ല എന്നുണ്ടാവുക. എന്നുവെച്ചാൽ എക്സ്ട്രീം ഓബി ഇവിടെ ഉണ്ടല്ലോ, ചിലപ്പോൾ അതിലേക്ക് കയറുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് എൻട്രി പോയെ. എനിക്കിതിൽ 1:3 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് PPIന്റെ CPIന്റെ അങ്ങനെ ന്യൂസ് ആയിരുന്നത് ഈ ക്യാൻഡിൽ. അപ്പൊ അതിന്റെ മുന്നേ ആയിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞതിന് എന്തെങ്കിലും സംശയം? ഈ ഇൻഡ്യൂസ്മെന്റ് കൺസിഡർ ചെയ്യുന്നത് MSS ബ്രേക്ക് ചെയ്തിട്ടുള്ള ഹൈന്റെ ബാക്കിലല്ലേ? അതെ, ഇവിടെ MSS കിട്ടി. ഈ കിട്ടിയ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഇൻഡ്യൂസ്മെന്റ് ഉണ്ടോ? കിട്ടിയ സമയത്ത് ഇപ്പോ അപ്പൊ നിലവിൽ ഇപ്പൊ ഇങ്ങോട്ടൊന്നും ക്രിയേറ്റ് ആയി, ഇവിടെ മുതൽ ഇങ്ങോട്ട് ക്രിയേറ്റ് ആയില്ല. നമുക്ക് ഇവിടെ ലൈവിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി, ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് തന്നു. അപ്പൊ ഈ വരുന്ന വരുത്തിൽ എവിടെയെങ്കിലും ഇൻഡ്യൂസ്മെന്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. മാർക്കറ്റ് എന്താ ചെയ്താൽ നേരെ വന്നിട്ട് ഇവിടെ വന്നു, ഒന്ന് മുകളിലേക്ക് പോയി, വീണ്ടും താഴെ വന്നു, വീണ്ടും മുകളിലേക്ക് പോയി. ഇവിടെ ഒന്നും ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ആയില്ല. മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പൊ ലാസ്റ്റ് ഫുൾ ബാക്ക് ഇവിടെ വരും, അത് ഐഡിയമായി. ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇടിച്ചുകുത്തി താഴോട്ട് വരും എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് വേണ്ട എടുക്കുക ഇറങ്ങുക, 1:2 അല്ലെങ്കിൽ 1:3 എടുക്കുക ഇറങ്ങുക, അത്രേ ഉള്ളൂ.
ഇപ്പൊ ഇതിപ്പോ നമ്മൾ വെച്ചോണ്ട് ഇപ്പം എങ്ങനെ 1:1 എടുത്താലും കുഴപ്പമൊന്നുമില്ല. 1:1 എടുത്തിട്ട് നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്താൽ പോലും വലിയ എന്നാലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഞാൻ സാധാരണ ചെയ്യുന്ന അതെ. അങ്ങനെയാ. ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഒരു 1:2 അച്ചീവ് ആയി എന്ന് വിചാരിച്ചു. 1:2 കിട്ടി. 1:3ക്കാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ 1:2 അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഇതിനെടുത്തിട്ട് ഇങ്ങോട്ട് ഇടും. പിന്നെ എനിക്ക് ലോസ് ഇല്ല. ഓക്കെ, ഇത്രയും മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണോ എൻ്റെ എൻട്രി അവിടെ തന്നെയാണ് എൻ്റെ സെൽ ഇട്ടത്. അതൊക്കെ ഓരോരുത്തർക്ക് വേണ്ട. ചിലപ്പോൾ അതിന് ആ കോസ്റ്റിലെ ഒന്ന് അടിച്ചിട്ട് നേരെ ടാർഗറ്റ് അടിക്കുക. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ ക്യാപിറ്റലോടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ഡെയിലി POI എടുക്കുന്ന 4 ഹവറിൽ POIയും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 4 ഹവറിന്റെ ഇപ്പൊ ഡെയിലി എത്തിയത് കൊണ്ടാണ് ഡെയിലിന്റെ PO എടുത്തത്. ഇപ്പൊ 4 ഹവറിനേക്കാളും വലുതല്ലേ ഡെയിലി. ഓക്കെ അപ്പൊ അതാണല്ലോ പവർഫുൾ. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പൊ 4 ഹവറിന്റെ ഒരു BOS ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഹൈ എവിടെയാ? അതല്ലേ. അപ്പൊ അവിടെ എന്തായിട്ടുണ്ട്? 4 ഹവറിൽ ഒരു ചേഞ്ച് ഓഫ് കാറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 4 ഹവറിൽ നോക്കുമ്പോ സോറി 4 ഹവറിൽ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് കാറ്റർ കിട്ടിയിട്ടുണ്ട്. ഫോർ ഹവറിൽ ഇവിടെ ചേഞ്ച് ഒക്കെ കിട്ടിയില്ലേ? ഇനിയിപ്പോ എന്താ കിട്ടി വ്യൂ? കിട്ടി. ഇവിടെ 4 ഹവറിൽ ഒരു IDM ഇവിടെ എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ഇനി ചിലപ്പോ ഇതൊരു ഫസ്റ്റ് ഹോബി ഇവിടെ ഉണ്ട്, ഇവിടുന്ന് കയറി പോവാം. അല്ലെങ്കിൽ എക്സ്ട്രീം ഹോബി ഇവിടെ ഉണ്ട്, അതിന് കയറി പോവാം. അതെന്തോ നമുക്കറിയില്ല. അവിടെ എത്തുന്ന സമയത്തുള്ള റിയാക്ഷൻ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡെയിലി ഹോബിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് സ്വിച്ച് നോക്കുക. അപ്പൊ ഞാൻ ഇത്ര ആ മാർക്കറ്റിൽ ഇരുന്ന് ലൈവായിട്ട് ഇരുന്നിട്ട് തന്നെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് പഠിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു സാമ്പിൾ ഇങ്ങനെയാണ് നോക്കുക എന്നുള്ളത് പറഞ്ഞു തന്നുള്ളൂ. ഡെയിലിയുടെ ഒരു ഹോബി നോക്കി, പിന്നെ 30 മിനിറ്റിലേക്ക് വന്നു, പിന്നെ ആ ഹോബിയിലേക്ക് വരുന്നു, 1 മിനിറ്റിലേക്ക് വന്നു. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളത് പറഞ്ഞു തന്നു, അത്രേ ഉള്ളൂ. അത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി മാർക്കറ്റിൽ ഇരുന്നിട്ട് ഓരോ POയിൽ എത്തുന്ന സമയത്ത് നമ്മൾ ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്ത് അങ്ങനെ പഠിച്ചു വരണം. ഓക്കെ അല്ല? സംശയങ്ങളൊന്നുമില്ലല്ലോ? ആ, എന്താ ചോദിച്ചതാണോ? എനിക്ക് മനസ്സിലായില്ല. ഓക്കെയാണ്, ആ, ഓക്കെ സംശയമില്ലെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ നമ്മള് എന്താ പറയാ, വീഡിയോസ് കണ്ട് അങ്ങനെ റെഡി ആവുക ചെയ്യും. ഇപ്പൊ നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ സാറിന്റെ തന്നെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ കാണുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഓക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള മനസ്സിലാവും. ലൈവ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അത് കിട്ടൂല. ഓക്കെ അല്ല? അപ്പൊ അതൊന്ന് ചെറിയൊരു ഐഡിയ തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. ചേട്ടാ ഇത് സാറിന്റെ ഇത് ലാസ്റ്റ് മറ്റേ 8 എൻട്രി ഉണ്ടല്ലോ, അതിൽ ഇത് ഫസ്റ്റ് എൻട്രി ആണല്ലേ? ഫസ്റ്റ് എൻട്രി മോഡൽ. അപ്പം ഫസ്റ്റ് എൻട്രിക്ക് MSS, IDM, OB ഇത്രയും നോക്കിയാൽ മതി ഇല്ലേ? അത്രയും നോക്കിയാൽ മതി. അതിൽ പറയുന്നുണ്ടോ അതേപോലെ. അതാ ഞാൻ പറഞ്ഞത്, റിപ്പീറ്റഡ് ആയിട്ട് കണ്ടാൽ മതി. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. വീഡിയോ ഏതിലുണ്ടാവാ? ഏത് പറഞ്ഞു യൂട്യൂബിന്റെ കാര്യം പറഞ്ഞിട്ട്. യൂട്യൂബിൽ അതിലുണ്ടല്ലോ 8 എൻട്രി മോഡൽസ് സാറിന്റെ ചാനൽ ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ടൈം ചാനലിന്റെ പേരൊന്നുമില്ല. ആ ചാനലിന്റെ പേര് സിഗ്നേച്ചർ ടൈം. എങ്ങനെ? ഈ വീഡിയോ റെക്കോർഡിംഗ് ആണോ? ആ, വീഡിയോ റെക്കോർഡിംഗ്. ഓക്കെ സാർ. ഓക്കെ. സാറ് പറയാറുണ്ട് മറ്റേ അതൊക്കെ പ്രിന്റ് എടുത്ത് വെക്കണം എന്നുള്ള. അതിനുള്ള ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ
ഇതേപോലെ ഇപ്പൊ നമുക്ക് ഇവിടെ കൺഫേം ആയില്ലേ 1 മിനിറ്റിൽ എൻട്രീസ് എവിടെയാ, ഇപ്പൊ ഇവിടെ പറയാം. ഇതിപ്പോ 1 മിനിറ്റിൽ കിട്ടി, ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒന്നും ഇവിടെ തന്നിട്ടില്ല എന്ന് വിചാരിച്ചു. നമുക്ക് കൺഫ്യൂഷൻ ആണ് ഇത് എന്തെടുക്കണം എന്നുള്ളത്, ഇവിടെ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് സാർ അതിന്റെ ഇതില് മൂന്നാമത്തെ എൻട്രി മോഡലാന്ന് തോന്നുന്നു. മൂന്നാമത്തെ എൻട്രി മോഡലിൽ പറയുന്നത് ഇങ്ങനെ കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് എന്ന് വെച്ചാൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ അടുത്ത 1 മിനിറ്റിൽ BOS കിട്ടി, എന്നിട്ട് അതിന്റെ കണ്ടിന്യൂഷനിൽ എൻ്റർ ആവുക. അപ്പൊ അങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ഞാൻ ആ പ്രിന്റ് എടുത്ത് കാണുന്നത്. ആ സമയത്ത് ഓക്കെ, അതിൽ ട്രേഡ് പോയിരുന്ന സമയത്ത് എനിക്ക് ടാർഗറ്റ് അടിച്ചു. അപ്പൊ മാക്സിമം റിപ്പീറ്റഡ് ആയിട്ട് കാണും, എന്നാലേ പഠിക്കുള്ളൂ. ട്രേഡിങ്ങിന് അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഓക്കെ, എല്ലാവർക്കും സംശയം നിർത്തില്ലെന്നാ. ആർക്കും ഇല്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സാർ.